ആഷ്മി താജ് ഇബ്രാഹിം, താങ്കൾ രാവിലെ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഏതാണ്ട് 7:21 വിമാനം ഇറങ്ങിയ ആൾ കുറച്ചധികം സമയമെടുത്തു പുറത്തേക്ക് വരാൻ. എനിക്കൊന്ന് വലിയ പോലീസ് നേതൃത്വമൊക്കെ അകത്തോട്ട് കയറി പോകുന്നത് കാണുന്നുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ കുറച്ച് നേരം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ അവർ സംസാരിച്ച് വശത്താക്കിയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു ഡൽഹി ഇവർ ഈ പാറ്റകൾ പിടിച്ച് കുലുക്കും, അപ്പോൾ പാറ്റകളിൽ ആവേശം കൊള്ളുകയായിരുന്നു. പക്ഷേ അത്ര കൂടുതൽ പാറ്റകൾക്ക് കഴിഞ്ഞില്ല. എനിക്കൊന്ന് ഈ സോഫ്റ്റ്വെയർ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന IT വിദഗ്ധന്മാർക്ക് തെരുവോരങ്ങൾ നടത്തി പ്രകടനം നടത്തി പരിചയമില്ലായ്മയാണോ ഇനി ഇത് സംഘടിപ്പിച്ചിട്ടുള്ള പിഴവാണോ എന്നറിയില്ല. ഇവർ ഉദ്ദേശിക്കുന്ന ഒരു സ്വാധീനം നമുക്കൊരു ജഡ്ജ്മെന്റ് എടുക്കാൻ സമയമാകുന്നില്ല എന്നാൽ പോലും. SK എന്തായാലും ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെ അല്ല ഗ്രൗണ്ടിലെ സംഘാടനം എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ട് അതെപ്പോഴും അങ്ങനെയാണ് SK. അപ്പോൾ അതിൻ്റെ പോരായ്മ അവിടെ ഉണ്ടായെന്നത് യാഥാർത്ഥ്യമാണ്. SK നമ്മൾ എപ്പോഴും പറയുന്നത് ഈ പാറ്റ എന്ന് പറയുന്ന ജീവി വല്ലാത്തൊരു സർവൈവൽ ശക്തിയുള്ള ജീവിയാണ്. തല പോയാൽ ഒരാഴ്ച ജീവിക്കാൻ കഴിവുള്ള ജീവിയാണ്. തല പോയാൽ ഒരാഴ്ച ജീവിക്കും. അതിന് ഭക്ഷണം കിട്ടാതെ 1 മാസം ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ്. വെള്ളത്തിനടിയിൽ ദീർഘനേരം ശ്വാസം പിടിക്കാതെ ജീവിക്കാൻ പറ്റുന്ന എക്സാക്ട്ലി അതാണ് പ്രശ്നം. നമ്മൾ ഇപ്പൊ നോക്കുമ്പോഴേ എന്ന് പറഞ്ഞാൽ SK ഒരു ആണവ വികിരണം ഉണ്ടായാൽ മനുഷ്യൻ, ഞാൻ ഇന്നലെ തന്നെ ഒരു കട്ടലിനടിയിൽ പാറ്റ കണ്ടപ്പോഴേ പോകുന്നു. സത്യമായി ഇപ്പോൾ പാറ്റ കാണുമ്പോൾ ഒരു ബഹുമാനമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണവ വികിരണം ഉണ്ടായാൽ മനുഷ്യൻ താങ്ങുന്നതിനേക്കാൾ 10 മടങ്ങ് താങ്ങാൻ കഴിവുള്ള ജീവിയാണ് പാറ്റ. നമ്മൾ കൂറ എന്ന് കരുതി വെറും കൂറ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചെങ്കിലും അപ്പോൾ അതിന്റെ സർവൈവൽ അത് SK യഥാർത്ഥത്തിൽ അതൊരു വിസ്മയജീവിയാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ പ്രചോദനം ഉൾക്കൊണ്ട് പാറ്റകളായി തെരുവിൽ നിറയാൻ അവർ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതുപോലെ അവരുടെ മാരകമായ ഒരു ഹൈപ്പ്, വലിയ ഒരു ട്രാക്ഷൻ ഇന്ന് അവിടെ ഉണ്ടായില്ല. അത് യാഥാർത്ഥ്യമാണ് എന്ന് പറയുമ്പോൾ പോലും SK ഈ അമേരിക്കയിലെ ബോസ്റ്റണിലിരുന്ന് ഈ പറയുന്ന ഈ CJP എന്ന് പറയുന്ന സംവിധാനം തുടങ്ങിയിട്ട് 1-2 മാസം ആവുന്നേ ഉള്ളൂ. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ മാത്രം സംഘാടനം നടത്തി അമേരിക്കയിലെ ബോസ്റ്റണിലിരുന്ന് ഏതോ ഒരാൾ പറയുന്ന ഒരു ആഹ്വാനം മുഖവിലേക്ക് എടുത്തുകൊണ്ട് 1000 ആളുകൾ അവിടെ തെരുവിൽ നിറഞ്ഞെങ്കിൽ അത് ചെറിയ കാര്യമായിട്ട് നമുക്ക് കണക്കാൻ കഴിയില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ കാര്യമായ സംഘാടനം ആരും വണ്ടിക്കൂലി കൊടുത്തിട്ടില്ല, കാര്യമായ സംഘാടനം ഉണ്ടായിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ ചട്ടക്കൂടത്തിനില്ല. എന്നിട്ട് പറഞ്ഞിട്ട് പോലും 1000ഓളം ആളുകൾ അവിടെ ഉണ്ടായെന്ന് ചെറിയ കാര്യമല്ല. SK എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരുപക്ഷെ ഈ പഴയകാലത്തിൻ്റെ സ്കെയിലുകൾ വെച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തെയോ അല്ലെങ്കിൽ ആ മാനദണ്ഡം വെച്ച് ഒരു പ്രതിഷേധത്തെയോ ഒരു സമരത്തെയോ അളക്കുന്നത് പുതിയ കാലത്ത് വർക്കൗട്ട് ആകുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതിന് കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു 15 വർഷം മുമ്പ് വരെ ഈ പറഞ്ഞ സമൂഹത്തിൽ അകന്നു നിൽക്കുന്ന വേറൊരു പാരൽവേളിൽ നിൽക്കുന്ന എന്തോ ആണെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ നിൽക്കുന്നത് അത് സമൂഹത്തിൻ്റെ മധ്യത്തിൽ സമൂഹത്തിൻ്റെ പരിച്ഛേദമായി നിൽക്കുന്ന ഒന്നാണ്. അവിടെ നടക്കുന്ന പ്രതിഷേധങ്ങൾ, തെരുവിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ പോലെ തന്നെ ഇൻറ്റൻസായി കണക്കാക്കേണ്ട ഒരു കാലമാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതുകൊണ്ട് തെരുവിൽ ഇത്രയും പേരേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ പ്രതിഷേധങ്ങളെ അവഗണിച്ചേക്കാം. അതുകൊണ്ട് സമരം പരാജയമാണെന്ന് പറയാൻ കഴിയില്ല. തെരുവിലുള്ള സമരത്തോടൊപ്പം തന്നെ ഇൻറ്റൻസ് തന്നെയാണ് ഇക്കാലത്തെ പുതിയ കാലത്തെ സോഷ്യൽ മീഡിയയിലുള്ള ആ പ്രതിഷേധം. SK അതുമാത്രവുമല്ല, ഇക്കാലത്തെ പുതിയ കാലത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ജനം അത്രയ്ക്ക് അങ്ങ് വോക്കലാവാറില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ഈ കഴിഞ്ഞു പോയ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ വോട്ടെണ്ണലിന് തൊട്ട് മുൻപ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്, സർവേകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നുകിൽ LDF സർക്കാരിന് 3ാം ഊഴം എന്നുള്ളത്, അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തന്നെ 2-3 സീറ്റിന്റെ ഒരു വിജയം എന്നുള്ളതാണ് ഈ സർവേകൾ പറഞ്ഞത്. എന്താണ് ഈ പറഞ്ഞ ജനങ്ങളുമായി കാര്യമായ ബന്ധമില്ലാത്ത അക്കാദമിക് ജേർണലിസ്റ്റ് അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. അതിന് കാരണം എന്താണ്? ജനം വോക്കലല്ല. സർവേകൾക്ക് അത് മനസ്സിലാവാൻ കഴിയുന്നത്. കേരളത്തിൽ മാത്രം, തമിഴ്നാട്ടിൽ നമ്മളത് കണ്ടു. അപ്പോൾ അത് കാരണം ഈ പറയുന്ന രീതിയിലുള്ള പ്രതിഷേധം വോക്കലായി തെരുവിൽ വലിയ സമരമുദ്രാവാക്യങ്ങളായി നിറഞ്ഞ് തെരുവ് നിറഞ്ഞാൽ മാത്രമേ ഒരു സമരം വിജയിച്ചു എന്ന് ഈ ഘട്ടത്തിൽ ഈ കാലം നമുക്ക് പറയാൻ കഴിയില്ല. ഒറ്റ കാര്യം SK, ഇവിടെ ആർക്കും സംശയമില്ലാത്ത കാര്യം, രാജ്യത്ത് നീറുന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന യുവാക്കൾക്കിടയിൽ അത് നീറ്റ് പരീക്ഷാ ചോർച്ച 1-2 തവണ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം CBSE പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാൻ നിൽക്കുന്നുണ്ട്. അതിനുശേഷം JEE പരീക്ഷയിൽ അടിമുടി പ്രശ്നങ്ങളെന്ന് ആരോപണം ഉയരുന്നുണ്ട്. 5 ആത്മഹത്യകൾ ഉണ്ടാകുന്നുണ്ട്, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ താഴെത്തട്ടിൽ ആ വിഭാഗം വലിയ തോതിൽ രോഷത്തിലാണ്. ആ രോഷത്തെ അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ തോൽവി എന്ന് പറഞ്ഞാൽ പോലെ മഹാപരാജയങ്ങളാണ്, വലിയ പരാജയമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഗ്രൗണ്ടിൽ ആ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ ജന്തർ മന്ദറിൽ 1000-1500 പേരെ കൂടിയുള്ളൂ എന്ന് പറഞ്ഞാലും ആ വിയോജിപ്പ്, ആ ഡിസെന്റിന്റെ ഒരു രൂപകമായി അതിന്റെ റെപ്രസെന്റേഷനായി മാറി ജന്തർ മന്ദറിലെ പാർട്ടികൾ എന്ന കാര്യം തർക്കമില്ല. ആ പ്രതിഷേധം കണ്ടാൽ ഈ പറയുന്ന പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും നല്ലത്. SK തുടക്കത്തിൽ പറഞ്ഞു ഇതാകെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ മാത്രം റിപ്പോർട്ട് ചെയ്തു, എന്നാൽ മലയാള മാധ്യമം മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. കേരളത്തിലായിരുന്നു കൂടുതൽ. SK ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ എന്ന രീതിയിൽ സമാനമായ ഒരു മൂവ്മെന്റ് നേരത്തെ ഡൽഹിയിൽ ഉണ്ടായി. യഥാർത്ഥത്തിൽ ആ സമരത്തെ വളർത്തി വലുതാക്കിയത് അക്കാലത്തെ മാധ്യമങ്ങൾ തന്നെയാണ്. അക്കാലത്തെ മാധ്യമങ്ങൾ അന്ന് അതിനെ വളർത്തി വലുതാക്കിയവർ ഇന്ന് അതിനോട് മിണ്ടാതിരിക്കുന്നുണ്ട്. അതെന്താണ് കാരണം എന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഒരു കാര്യം ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ്, ഹിന്ദി മാധ്യമങ്ങൾ മനസ്സിലാക്കിയത് നല്ലത്. ഈ പറയുന്നവരുടെ ഓഡിയൻസ് ഈ ന്യൂസ് ചാനലല്ല, അവരുടെ മീഡിയം സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സെൻസറിങ് വർക്കൗട്ട് ആവില്ല. അതുകൊണ്ട് അതിനെ തമസ്കരിക്കുന്നതുകൊണ്ട് ഈ സമരം ഇല്ലാതാക്കാം എന്നാരും കരുതുകയും വേണ്ട.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.